ഒരു കാര്യം നീ ഉറപ്പിച്ചോ, മഞ്ജു എന്തായാലും ഗോപാലിനെ ജയിലിൽ പൂട്ടും. അയാളുടെ പുറകെ ഇങ്ങനെ വാലാട്ടി നടക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ അയാളോടൊപ്പം നിനക്കും ജയിലിൽ കിടക്കേണ്ടി വരും. ഒരു കുറ്റവാളിയുടെ മകനോട് സമൂഹം എങ്ങനെയാണ് പെരുമാറുന്നത് നിനക്ക് നല്ലപോലെ അറിയാലോ. നിന്റെ കുഞ്ഞിനും അത് തന്നെ സംഭവിക്കും. ആ അവസ്ഥ വരുത്തി വെക്കേണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ കൂട്ടുവിട്ടോ. നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. പിന്നെ ഞാൻ പറയാൻ പോകുന്നതിനെ കുറിച്ച് ഓർത്ത് എനിക്ക് തന്നെ വീണ്ടും വിഷമം ഉണ്ടാകും. നേരം കുറെ വൈകി, നീ പോകാൻ നോക്ക. ആഹാ, എന്തു പറ്റി മാഡം? മാഡം തിരിച്ചു വന്നത്? ഞാനിവിടുന്ന് ഓടിപ്പോയാലേ എന്റെ ഭാഗത്ത് തെറ്റുള്ളതുപോലെയാവും. അത് വേണ്ട. പിന്നെ കൂടുതൽ ആലോചിച്ചപ്പോ മഞ്ജു പറഞ്ഞതാ ശരിയെന്ന് തോന്നി. ഈ യൂണിഫോമിനോട് ഞാൻ കുറച്ച് കൂറ് കാണിക്കേണ്ടതായിരുന്നു. ആഹാ, ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയ ആള് ഇത്രയും പെട്ടെന്ന് തിരിച്ചു വന്നോ? അത് ഞാൻ പിന്നെ റിപ്പോർട്ട് ഞാൻ തന്നെ എഴുതി. നീയില്ലെങ്കിലും സ്റ്റേഷനിലെ പണികൾ നടക്കുന്ന മനസ്സിലായില്ലേ? വേണമെങ്കിൽ പോയിക്കോ. ഇനി രാവിലെ പൊയ്ക്കോളാം. ഞാൻ പറഞ്ഞെന്നുള്ളൂ, ബാക്കിയെല്ലാം അനിതയുടെ ഇഷ്ടം. ആ മഞ്ജു, ഫയൽ കിട്ടിങ്ങ എന്റെ ക്യാബിനിലേക്ക് കൊണ്ടുവന്നേ. ശരി സർ. ഇവിടെ ഇനി പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ല മാഡം. സാരമില്ല. ശരി. ഗോപാൽജി ഒറ്റയ്ക്കാക്കിയാലേ ഇവര് സാറിനെ തല്ലുമെന്ന് സഞ്ജു പറഞ്ഞതുകൊണ്ടാ ഞാൻ തിരിച്ചു വന്നേ. ഗിരി വന്നിരുന്നു.